എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരൾച്ചയുടെ പ്രതിരോധ നിയന്ത്രണ ലഘൂകരണ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വരൾച്ച എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രതിരോധം നിയന്ത്രണ മാർഗങ്ങൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് വരൾച്ചയിൽ നിൽക്കുന്ന ഒന്നാണ് വരൾച്ചയുടെ പ്രവചനം വിശ്വസനീയമല്ലാന്ന്. ഏത് കാലത്താണ് ഏത് സമയത്താണ് നമുക്ക് വരൾച്ച സംഭവിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിവില്ലായ്മയാണ്. അമിതമായ വിളവെടുപ്പും അമിതമായ മേച്ചിൽപ്പുറവും ഒഴിവാക്കാൻ കർഷകരെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ഒരു പ്രധാന മാർഗമായി വരൾച്ചയെ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വരൾച്ചയുടെ ഫലങ്ങൾ നേർപ്പിക്കുന്നതിന് വിവിധ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. വരൾച്ച കുറയ്ക്കുന്നതിനുള്ള പ്രധാന ഘട്ടം ജലസംരക്ഷണമാണ്. മഴവെള്ള സംഭരണം, കനാൽ ജലസേചനം, കോണ്ടൂർ ബണ്ടിങ്, മെച്ചപ്പെട്ട കാർഷിക രീതികൾ എന്നിവയിലൂടെ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയും. അടുത്ത പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മരങ്ങൾ നടുക എന്നുള്ളതാണ്. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഒഴുകുവാൻ സസ്യജാലങ്ങളുടെ മൂടുപടം സഹായിക്കുന്നു. വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളകൾ നമ്മൾ നട്ടുവളർത്തണം, അല്ലെങ്കിൽ അത് വിതയ്ക്കണം. ഭൂവിനിയോഗ രീതിയും മാറ്റണം. സ്വകാര്യ സർക്കാർ ഏജൻസികൾ വരൾച്ചയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും അവരുടെ ജീവിതം സാധാരണ നിലയിലേക്കാവാൻ ആവശ്യമായ വിഭവങ്ങൾ നൽകുകയും ചെയ്യണം. കാർഷികപരമായ വരൾച്ചയാണെന്നുണ്ടെങ്കിൽ കനാൽ ജലസേചന പദ്ധതിയിലൂടെ അവരുടെ വിളകളെ സംരക്ഷിക്കുകയും അവർക്കാവശ്യമുള്ള സാമൂഹിക സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും കഴിയും. കൂടാതെ നമ്മുടെ വീടുകളിൽ മഴ പെയ്യുന്ന സമയത്തുണ്ടാകുന്ന അധിക ജലം ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ജലസംരക്ഷണം നടത്തുകയും അതിലൂടെ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയും. വരൾച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിത രീതി ആണ് വരൾച്ചയെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൂടുതലായി നമ്മൾ ജലം ഉപയോഗിച്ച് ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ത്താതെ നമുക്ക് ആവശ്യമുള്ള ജലം നിയന്ത്രിതമായ തോതിൽ ഉപയോഗിക്കുകയും നമ്മുടെ ആവശ്യാനുസരണം മഴവെള്ളത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെയും ചെറിയ ചെറിയ ബണ്ടുകൾ, ചെക്ക് ഡാമുകൾ മുതലായവ നിർമ്മിക്കുന്നതിലൂടെയും നമുക്ക് ഒരു പരിധി വരെ വരൾച്ചയെ നിയന്ത്രിക്കാൻ കഴിയും. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വരൾച്ചയെ നിയന്ത്രിക്കാൻ സഹായകരമാണ്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗങ്ങൾ കുറയ്ക്കുകയും ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗവും കുറയ്ക്കുന്നതിലൂടെയും നമുക്ക് വരൾച്ചയെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. താങ്ക് യു.